അനുദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ഈ പ്രഭാത ആരാധനയും നല്ല ഈശോയെ പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിക്കുന്നത് ഈ ദിനം മുഴുവനും ഒരു അഭിഷേകമായി മാറ്റണമേ എന്ന്. ഈ ദിനം തിരുവചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നത് ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം വചനത്തിൻ്റെ അവസാന ഭാഗത്തെ അഭിഷേകം ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. ഓ വചനമായ ദൈവമേ, ഓ തിരുവസ്വരൂപ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു, ഞാനങ്ങയെ ആരാധിക്കുന്ന ദൈവമേ. ഈ പ്രഭാത ആരാധനയെ പങ്കുചേർന്ന് അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കാനും അനുദിന ജീവിതത്തിൽ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് അറിയപ്പെടാനും ഓരോ ദിനവും ഒരു അഭിഷേകമായി മാറ്റാനും ദൈവമേ അങ്ങേക്ക് സാധിക്കുമല്ലോ. അങ്ങനെ ജീവിതത്തിന് അഭിഷേകമായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. തിരുവചനത്തിൻ്റെ അവസാന ഭാഗം ഇപ്രകാരമാണ് പറയുക: ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഈ ദൈവം ഉന്നതങ്ങളിൽ നടത്തുന്ന ദൈവമാണ്. ഈ ദൈവം ഒരു വ്യക്തി ഉയർത്തുന്ന ദൈവമാണ്. ഈ തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ സമയം ഉന്നതങ്ങളിൽ നടത്തപ്പെടാൻ, ജീവിതത്തിൻ്റെ ഓരോ മേഖല ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഓരോ ജീവിതത്തെയും കുടുംബത്തെയും സമൂഹത്തെയും ദേശത്തെയും കാഴ്ചവെക്കുക. കർത്താവേ, തിരുവചനത്തിലൂടെ അവിടെ അരുളി ചെയ്യുന്നത് പോലെ ഉന്നതങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ നടത്തുന്നു. ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഏതൊക്കെ മേഖലയിൽ ഉയർച്ച ലഭിക്കാതെ പോവുക, ഏതൊക്കെ മേഖലയിൽ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുക, ഏതൊക്കെ മേഖലയിൽ അഭിഷേകം വെളിപ്പെടാതിരിക്കുക, ആ മേഖലയെല്ലാം ദൈവമേ കടന്നു വന്ന് ഈ സമയം തന്നെ ഞങ്ങൾക്കൊരു അഭിഷേകമായി ഉന്നതങ്ങളിൽ നടത്തപ്പെടുന്ന അഭിഷേകം, ഈ അഭിഷേകം കൊണ്ട് ഒരു ജീവിതവും കുടുംബം അറിയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ എന്ന് സ്തുതിക്കാം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുക. സാധിക്കുന്നവർ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
അങ്ങേക്ക് ആരാധന. എൻ്റെ പേര് ഡിറ്റി, കരിമണ്ണൂരിൽ കൃത്യമായ സ്ഥിരമായൊരു ജോലിയില്ല, ഞാൻ വിഷമിക്കുമായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ജൂൺ ആദ്യത്തെ ശനിയാഴ്ച ഇവിടെ വരികയും ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കുന്നേൽ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ എന്നോട് 40 ദിവസം കൊന്ത ചെല്ലുക, കൃത്യം 4 മാസത്തിനുള്ളിൽ ജോലി കിട്ടുമ്പം വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. കൃത്യം 4 മാസത്തിനുള്ളിൽ ഒക്ടോബറിൽ ജോലിക്ക് ജോയിൻ ചെയ്തു സാക്ഷ്യപ്പെടുത്താനായിട്ട് വന്നതാണ്. ഈ ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം